ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് എല്ലാ ജീവിത മേഖലകളിലും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി ഉത്ബോധിപ്പിക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസത്തിലാണ് ആ സുപ്രധാനമായ സത്യ അസത്യ വിവേചനത്തിൻ്റെ, നന്മയും തിന്മയും വേർതിരിഞ്ഞതിൻ്റെ ആ മഹാപോരാട്ടം നടന്നത്. റമദാൻ മാസം 17-നാണ് ഗസ്വത്ത് ബദർ പോരാട്ടം നടന്നത്. തൗഹീദിൻ്റെ ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുകയും വിഗ്രഹാരാധകന്മാരെ പരാജയപ്പെടുത്തുകയും ചെയ്ത ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു വലിയ സംഭവമാണ് ബദർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനെയും അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ നിന്ന് ഒരു 314 പേരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തു ഈ യുദ്ധത്തിന്. മറുപക്ഷത്ത് അവരുടെ 3 ഇരട്ടിയോളം വരുന്ന ആളുകളുണ്ട്. ആയുധം കൊണ്ടും ആൾബലം കൊണ്ടും സാമ്പത്തിക സുസ്ഥിതി കൊണ്ടും പ്രവാചകനേക്കാൾ വളരെ മുന്നിലാണ് ആ ശത്രു സംഘം. മാത്രമല്ല, ഒരു യുദ്ധം മുന്നിൽ കാണും എന്ന് വിചാരിച്ചുകൊണ്ട് പുറപ്പെട്ടവരല്ല സഹാബാക്കൾ. അതുകൊണ്ട് ഒരു യുദ്ധത്തിൻ്റെ ഒരുക്കം കാര്യമായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്തു. കാന ഹക്കൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, വിശ്വാസികളായ ആളുകളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്, കർത്തവ്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രഖ്യാപിച്ചു. അങ്ങനെ ശത്രുക്കളുടെ എണ്ണം വിശ്വാസികളുടെ കണ്ണിൽ കുറച്ച് കാണിച്ചു കൊടുക്കുകയും അതേസമയം ശത്രുക്കളുടെ കണ്ണിൽ വിശ്വാസികളെക്കുറിച്ചുള്ള എണ്ണം അതും കുറച്ച് കാണിച്ച് രണ്ടുപേരെയും ഒരു സംഘടനത്തിൻ്റെ വഴിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിധിപ്രകാരം എത്തിച്ചു. അങ്ങനെ യുദ്ധം നടന്നു. 70ഓളം ആളുകൾ ബഹുദൈവ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് കൊല്ലപ്പെട്ടു. 70ഓളം ആളുകൾ വിശ്വാസികളുടെ ചങ്ങലയിൽ ബന്ധനസ്ഥരായി മാറി. അതിന് അസ്റ ഹർബ്, യുദ്ധത്തടവുകാർ എന്ന് പറയും. ചരിത്രത്തിൻ്റെ വിശദമായ പരാമർശങ്ങളല്ല ഞാനിവിടെ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിർണായക ഘട്ടത്തിൽ
വിശ്വാസികളെ സഹായിച്ച് അള്ളാഹുവിൻ്റെ കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അത് ഇസ്സത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഏറ്റവും ശക്തിയായ വാചകം, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ എന്ന ആ കലിമത്തു തൗഹീദ് ഈ ലോകത്ത് സ്ഥാപിക്കുവാൻ വേണ്ടി നടന്ന സംഭവമാണത്. ഇതുപോലെയുള്ള വലിയ സംഭവങ്ങൾ വേറെയും റമദാൻ മാസം നടന്നിട്ടുണ്ട്. മക്ക വിജയം, മുശ്രിക്കുകളെ തുരത്തി വിശ്വാസികളുടെ കയ്യിൽ മക്കയുടെ നിയന്ത്രണം വരുന്നത് റമദാൻ മാസത്തിലാണ്. ഏതായാലും ആ യുദ്ധത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലം തഖ്തുലൂഹും വലാകിന്നല്ലാഹ ഖതലഹും വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ ലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന ഇന്നല്ലാഹ സമീഉൻ അലീം. ഫലം തഖ്തുലൂഹും, നിങ്ങൾ അവരെ കൊന്നിട്ടില്ല. വലാകിന്നല്ലാഹ ഖതലഹും, അവരെ വധിച്ചു കളഞ്ഞത് അല്ലാഹുവാണ്. വമാ റമൈത ഇദ് റമൈത, ആ ശത്രുപക്ഷത്തേക്ക് അമ്പെയ്തപ്പോൾ നിങ്ങൾ അമ്പെയ്തിട്ടില്ല. വലാകിന്നല്ലാഹ റമാ, പടച്ചവനാണ് ആ ശത്രുപക്ഷത്തേക്ക് അമ്പെയ്തത്. വലിയുബ്ലിയൽ മുഅ്മിനീന മിൻഹു ബലാഅൻ ഹസന, ആ ദിവസം വിശ്വാസികളെ ഏറ്റവും കടുത്ത പരീക്ഷണത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിധേയനാക്കി. ഇന്നല്ലാഹ സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. യഥാർത്ഥത്തിൽ വിശ്വാസികളാൽ ശത്രുപക്ഷത്തിലുള്ള ആളുകൾ കൊല്ലപ്പെട്ടു. അള്ളാഹുവിൻ്റെ മലക്കുകൾ പോലും ഇറങ്ങി വിശ്വാസികളെ സഹായിക്കാൻ വേണ്ടി യുദ്ധം ചെയ്ത ഒരു യുദ്ധമാണ് ഗസ്വത്ത് ബദർ, ബദർ യുദ്ധം. അപ്പം അള്ളാഹു തന്നെ ഈ വിജയം ഏറ്റെടുക്കുകയും വിശ്വാസികൾക്ക് വിജയം ഉറപ്പുവരുത്തുകയും ചെയ്തൊരു സന്ദർഭമാണ്. ഏതൊരവസരത്തിലും നമ്മൾ ആലോചിക്കേണ്ടത് അങ്ങനെയാണ്. ഈ 314 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ന് ഭൂമിയിൽ അള്ളാഹുവിനെ അങ്ങോട്ടും അള്ളാഹുവിനെ ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട ഏറ്റവും വലിയ സംഘം, അതിനേക്കാൾ വലിയ അള്ളാഹുവിന് മഹബത്തുള്ള വേറെ സംഘമില്ല. മുവാഹിദുകളാണ്. പടച്ചവന് വേണ്ടി യുദ്ധം ചെയ്യാൻ, മുശ്രിക്കുകളോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി വന്നവരാണ്. അവർ ഭൂമിയിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ മാതാക്കളുടെ ഗർഭാശയത്തിൽ നിന്ന് സുഅദാ, സൗഭാഗ്യവന്മാർ എന്ന് അള്ളാഹു രേഖപ്പെടുത്തിയവരാണ്. അങ്ങനെയുള്ളവർക്കാണ് ജീവിതത്തിൽ സൗഭാഗ്യം കിട്ടുക. 2 വിഭാഗം ആളുകളുണ്ട്. ഒന്നുകിൽ ഷഖിയ് എന്ന് രേഖപ്പെടുത്തപ്പെടും, അല്ലെങ്കിൽ സഈദ്, സൗഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തപ്പെടും. സൗഭാഗ്യവാന്മാർ എന്ന് രേഖപ്പെടുത്തപ്പെട്ട ആളുകളാണിവർ. മാത്രമല്ല അവരെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അശരീരി വിളിച്ചു പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചു. യാ അഹ്ല ബദർ യഅമലു മാ ശിഅ്തും, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ഈ ആളുകൾ നിങ്ങൾ ഇനി എന്തും ചെയ്തോളൂ, എന്തും നിങ്ങൾക്ക് ചെയ്യാം. വഖദ് ഗഫർതു ലക്കും, ഞാൻ നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു. സഹോദരന്മാരെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹു അവരോട് പറയാണ് യഅമലു മാ ശിഅ്തും. അതിനർത്ഥം അവർ പിന്നെ നാളെ മുതൽക്ക് എല്ലാ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യാന്നല്ല, അവരൊന്നും ചെയ്യില്ല. എത്ര വിശുദ്ധന്മാരാണ്, എത്ര നല്ലവരാണ്, എത്ര ഇഖ്ലാസുള്ളവരാണ്. പക്ഷെ അവരുടെ വിരുദ്ധമായ ആ വിശ്വാസത്തെ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് ചെയ്തോളൂ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുന്നു എന്ന്. അതാണ് മൻ ഷഹിദ ബദറൻ. ഈ 314 സഹാബാക്കളിൽ അവരുടെ ചരിത്രം പരാമർശിക്കുമ്പോൾ, അവർ ഹദീസുകൾ ഉദ്ധരിക്കുമ്പോഴൊക്കെ കാണാം ഷഹിദ ബദറൻ, അവർ ബദറിൽ പങ്കെടുത്തവരാണ്. ബദറിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു ദറജയാണ്, ഒരു പദവിയാണ്, ഒരു സ്ഥാനമാണ്, ഒരു മഹത്വമാണ്. അതുകൊണ്ട് തൗഹീദും ശിർക്കും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ തൗഹീദിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയം നൽകുകയും ശിർക്കിനെ അമ്പെ പരാജയപ്പെടുത്തുകയും ചെയ്ത സംഭവം നമുക്കെല്ലാം ഒരു ഗുണപാഠമാണ്. ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്ത് നൽകും എന്ന് നമ്മൾ മനസ്സിലാക്കണം. സഹോദരന്മാരെ, ഇതേ സന്ദർഭത്തിൽ മറ്റു ചില കാര്യങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇന്ന് മുസ്ലിം ലോകത്തുനിന്ന് മാത്രമല്ല, ലോകം മുഴുവനും ഒരു വലിയ അപകടസന്ധിയിലാണ്. ധാരാളക്കണക്കിന് ആയുധങ്ങൾ വൃഥാ മനുഷ്യ ശിരസിൻ്റെ മുകളിൽ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുട്ടികളും സ്ത്രീകളും പ്രായമുള്ളവരും ആബാലവൃദ്ധം ജനങ്ങളും അഗ്നിനാളങ്ങൾ അവരെ വിഴുങ്ങിക്കളയുന്നു.
മനുഷ്യൻ കെട്ടിയുയർത്തിയ വലിയ കെട്ടിടങ്ങൾ, ദന്തഗോപുരങ്ങൾ തകർന്ന് അത് തരിപ്പണമായി ഭൂമിയിൽ വീഴുന്നു. അങ്ങനെ യുദ്ധകൊതിയന്മാർ എല്ലാ അർത്ഥത്തിലും മനുഷ്യ സമൂഹത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവിടെ കിരാത നൃത്തം നടത്തുകയാണ്. ആ സന്ദർഭത്തിലെല്ലാം നമുക്ക് ആലോചിക്കേണ്ടത്, തീർച്ചയായും നമ്മൾ അള്ളാഹുവിനെ ഭയപ്പെടുകയും അവനിൽ തവക്കുൽ ചെയ്യുകയും അവനോട് പ്രാർത്ഥിക്കുകയും നാശകാരികൾക്കെതിരെ, കുഴപ്പക്കാർക്കെതിരെ അള്ളാഹുവിൻ്റെ ശിക്ഷ സംഭവിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ യാതൊരു വിരോധവുമില്ല. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില സന്ദർഭങ്ങളിൽ പ്രാർത്ഥന നടത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു, സൂറത്തു തലാഖ്, എന്താണ്? വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖറജ. ആരാണോ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവൻ അവന് അള്ളാഹു രക്ഷാമാർഗം കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത മാർഗത്തിൽ അവന് അന്നം കൊടുക്കും. വമൻ യതവക്കൽ അലല്ലാഹി വഹുവ ഹസ്ബുഹു, ആരെങ്കിലും അള്ളാഹുവിൽ ബലമേൽപ്പിക്കുകയാണെങ്കിൽ, പടച്ചവനെ കാര്യങ്ങൾ ഏൽപ്പിച്ച് ആ വിശ്വാസത്തോടു കൂടി അവനെ അവലംബിച്ച് നിൽക്കുകയാണെങ്കിൽ അള്ളാഹു അവന് മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനം അള്ളാഹു പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങൾക്കും ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ഖലാ ഖദർ എന്ന് പറയും. എപ്പോഴാണോ അത് സംഭവിക്കേണ്ടത്, എങ്ങനെയാണോ സംഭവിക്കേണ്ടത്, എന്തൊക്കെയാണോ അതിൽ നടക്കേണ്ടത്, ഇതൊക്കെ പടച്ചവൻ നേരത്തെ തീരുമാനിച്ചതും ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ലാതെ ഭൂമിയിൽ അത് സംഭവിക്കും. അങ്ങനെയുള്ള സംഭവവികാസങ്ങളിൽ നമുക്ക് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് ഖേദിച്ച് മടങ്ങുകയും അവനോട് പ്രാർത്ഥിക്കുകയുമാണ് കരണീയം. വിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയുടെ 51-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. ഖുൽ, പറയുക പ്രവാചകരെ, ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങൾക്ക് എന്ത് അപകടം ബാധിക്കുന്നുവെങ്കിലും അത് ഞങ്ങൾക്ക് പറ്റണം അല്ലെങ്കിൽ സംഭവിക്കണമെന്ന് കണക്കാക്കിയതല്ലാതെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഹുവ മൗലാന, ആ റബ്ബാണ് ഞങ്ങളുടെ യജമാനൻ. വഅലല്ലാഹി ഫല്യതവക്കലിൽ മുഅ്മിനൂൻ, വിശ്വാസികൾ ആ റബ്ബിൻ്റെ മേൽ സർവസ്വവും ബലമേൽപ്പിക്കട്ടെ. അതേപ്രകാരം തന്നെ വീണ്ടും സൂറത്തു തഗാബുൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ അസാബ മിൻ മുസീബത്തിൻ ഇല്ലാ ബിഇദ്നില്ലാ, എന്തൊരു മുസീബത്ത് നിങ്ങൾക്ക് മുമ്പിൽ സംഭവിക്കുന്നുവെങ്കിലും അത് പടച്ചവൻ്റെ തീരുമാനപ്രകാരമാണ്. വമൻ യുഅ്മിൻ ബില്ലാഹി യഹ്ദി ഖൽബഹ, ആർക്കാണോ യഥാർത്ഥ വിശ്വാസമുള്ളത് അവൻ്റെ ഹൃദയത്തിന് അല്ലാഹു സന്മാർഗം നൽകും, അവിടെ സമാധാനം നൽകും. എന്തൊരു പ്രതിസന്ധിയിലും ആ പടച്ചവനിൽ ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിന് എന്താണ് നല്ല വഴി എന്ന് തിരഞ്ഞെടുക്കുവാനുള്ള താഖത്ത്, കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കും. അല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം, അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. ഇതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ, അന ഇൻദ ളന്നി അബ്ദി ബി, അള്ളാഹുവിനെ കുറിച്ച് എന്താണോ അവൻ്റെ അടിമ വിചാരിക്കുന്നത് ആ വിചാരത്തിനനുസരിച്ചാണ് അള്ളാഹുവിന് പ്രതികരണം ഉണ്ടാകുക. വഅന മഅഹു ഇദാ ദക്കറനി, അവൻ എന്നെ ഓർത്താൽ, എന്നോട് സഹായം തേടിയാൽ, എൻ്റെ ആ പാശം അവൻ ആവശ്യപ്പെട്ടാൽ ഞാൻ അവനോടൊപ്പം ഉണ്ടാകും. അന മഅഹു ഇദാ ദക്കറനി. അപ്പോൾ സഹോദരന്മാരെ, അള്ളാഹുവിനെ കുറിച്ച് എന്താണ് നമ്മുടെ വിചാരം? ആ അള്ളാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സഹായിക്കാൻ കഴിവുള്ളവനാണ്. അപ്പോൾ ഇതുപോലെയുള്ള പല പരീക്ഷണങ്ങളും ലോകത്തിന് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. ആ പരീക്ഷണങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ശത്രുക്കളെ പരാജയപ്പെടുത്തുമാറാകട്ടെ. നീതിക്കും ന്യായത്തിനും വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ അള്ളാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഈ സംഭവത്തിനൊരു മറുവശവും കൂടിയുണ്ട്. കാരണം ഇവിടെ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ സംഘട്ടനമുണ്ട്. അതിലൊരുപാട് പേർ കൊല്ലപ്പെടുന്നുണ്ട്. അതിൽ ഒരു പക്ഷത്തുള്ളത് ഷിയാക്കളാണ്. ഷിയ വിഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ശേഷം ഖലീഫമാരുടെ കാലത്ത് ഇങ്ങോട്ട് നീങ്ങിയാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് ഏറ്റവും പ്രഹരമേൽപ്പിച്ച സംഘമാണ്. വളരെ പ്രത്യക്ഷമായ കുഫറിൽ വിശ്വസിക്കുന്ന ആളുകളാണ്. മഹാന്മാരായ സഹാബാക്കളെ കാഫിറുകളാണ് എന്ന് പരിചയപ്പെടുത്തുന്നവരാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ
പുണ്യവതികളായ നമ്മുടെ മാതാക്കളെക്കുറിച്ച് അനാവശ്യം പറയുന്നവരാണ്. അതവരുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്, വെറുതെ പറയല്ല, അവരങ്ങനെ വിശ്വസിക്കുന്നു. ഇങ്ങനെ എല്ലാ നിലക്കും ചരിത്രത്തിൽ സ്വച്ഛന്തമായ വിശുദ്ധമായ ഇസ്ലാമിൻ്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് എതിരെ നിന്നിട്ടുള്ള വിഭാഗമാണ്. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അതിരുകവിഞ്ഞ് നമ്മൾ അങ്ങനെ അവരുടെ കൂട്ടത്തിൽ നിന്ന് കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷിയാണെന്നും അവരല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലങ്ങൾ വാങ്ങുന്നവരാണെന്നും ഒക്കെ ആ വികാരത്തിന് അണിവപ്പെട്ട് അങ്ങനെ പറഞ്ഞു പോകുന്നു. സഹോദരന്മാർ, അങ്ങനെയൊന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ വിലക്കിയിട്ടുണ്ട്. ഒരാളെ സംബന്ധിച്ച് നിങ്ങളങ്ങനെ സർട്ടിഫിക്കറ്റ് കൊടുക്കരുത്, നിങ്ങൾക്ക് ഇതിന് അധികാരമല്ല. ഏത് രീതിയിലാണ് ഏതൊക്കെയാണ് അവൻ്റെ ഭാഗധേയം എന്ന് പടച്ചവന് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അക്രമത്തിന് വിധേയമായ ആളുകൾ അത് എല്ലാ നാട്ടിലും എല്ലായിടത്തുമുണ്ട്. ആ അക്രമത്തിന് വിധേയമായ കുഞ്ഞുങ്ങളോടും കുട്ടികളോടും ആളുകളോടൊക്കെ നമുക്ക് അനുഭവം ഉണ്ടാകണം. ആ അനുഭവം വളർന്ന് ഇസ്ലാമിൻ്റെ പ്രത്യക്ഷ ശത്രുക്കളോട് ഉള്ള ആ അതിർവരമ്പുകളൊക്കെ തേഞ്ഞുമാഞ്ഞു പോയി. അത് സാരല്ല, അവർ നമ്മളാണ്, നമ്മളും അവരാണ്, നിങ്ങൾ ഞങ്ങളുടെയും ഞങ്ങൾ നിങ്ങളുടെയും ഭാഗമാണ് എന്നൊന്നും പറയാൻ യാതൊരു മാർഗവും നമുക്കില്ല. നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മുടെ അഖീദയിൽ നമുക്ക് തെറ്റ് സംഭവിക്കാൻ പാടില്ല. നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിൽ തകരാറ് സംഭവിക്കാൻ പാടില്ല. അതേസമയം മാനുഷികമായി അക്രമം ചെയ്ത ആളുകൾക്കെതിരെ നമ്മൾ പ്രാർത്ഥിക്കുകയും അവരുടെ ആ അക്രമത്തിനെതിരെ ശബ്ദിക്കുകയും ചെയ്യണം. ഇതാണ് പ്രത്യേകിച്ചും എനിക്ക് ഈ സന്ദർഭത്തിൽ ഉണർത്തുവാനുള്ളത്. മാത്രമല്ല, ഇത്തരം പരീക്ഷണഘട്ടത്തിൽ ധാരാളമായി നാം ഇബാദത്തുകളിൽ മുഴുകുകയും അതുപോലെ തന്നെ ദിക്റുകൾ കൊണ്ടും ദുആകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുകയും തെറ്റുകുറ്റങ്ങളിൽ അവനോട് പശ്ചാത്തപിക്കുകയും ചെയ്യണം. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. മഹാനായ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ മക്കളുടെ വിഷയത്തിൽ അപകടത്തിൻ്റെ അവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്, അള്ളാഹു സർവശക്തനായ നാഥൻ, അവൻ വലിയ ഹാഫിളാണ്, നമ്മളെ സംരക്ഷിക്കാൻ കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഞാൻ ഈ കുട്ടിയുടെ വിഷയത്തിൽ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നു. അള്ളാഹു ആ ഏൽപ്പന ഏറ്റെടുത്തു. സുരക്ഷിതമായി ഈ രണ്ട് കുട്ടികളെയും, യൂസുഫിനെയും ബിന്യാമീനെയും, യാക്കൂബ് നബി അലൈഹി സ്വലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുകയുണ്ടായത്. വല്ലാഹു ഖൈറുൻ ഹാഫിളൻ വഹുവ അർഹമുർ റഹീമീൻ. ഇതാണ് യാക്കൂബ് നബിയുടെ വാക്കായി ഖുർആൻ ഉദ്ധരിക്കുന്നത്. അള്ളാഹു സംരക്ഷിക്കുന്നവനാണ്, അള്ളാഹുവിന് കഴിവുള്ളവനാണ്. അതുകൊണ്ട് നാം ആ സന്ദർഭത്തിൽ അള്ളാഹുവിനോട് കൂടുതൽ അടുത്തുകൊണ്ട് അവൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മെനക്കെടണം. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഇത്തരം ഊഹാപോഹങ്ങൾ ധാരാളമായി പ്രചരിപ്പിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ അങ്ങനെയുള്ള ചില അപകടങ്ങൾ വരുന്നു. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസായിൽ കാണാം, വഇദാ ജാഅകും അംറും മിനൽ അംനി ബിൽ ഖൗഫി അദാഉ ബിഹി. പലപ്പോഴും ഇത്തരം യുദ്ധ സന്ദർഭങ്ങളിൽ പ്രചരിപ്പിക്കുന്ന പല വാർത്തകളും വ്യാജമായിരിക്കും, ശരിയായിരിക്കുകയില്ല. അപ്പം അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നിജസ്ഥിതി അറിയാതെ അത് കുറേ വലിയ സോഷ്യൽ മീഡിയയിലൂടെയും അതുപോലെയും ഒക്കെ നമ്മൾ പ്രചരിപ്പിച്ച് ജനങ്ങൾക്കിടയിൽ ഭീതി പടരുവാനുള്ള സാഹചര്യം ഒരുക്കാൻ പാടില്ല. അതിൻ്റെ വ്യക്തമായ ഒരു നിർദ്ദേശമാണ് സൂറത്തു നിസായിൻ്റെ 83-ാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നത്, ഇദാ ജാഅകും അംറും മിനൽ അംനി അവിൽ ഖൗഫി. നിർഭയത്വത്തിൻ്റെയോ പേടിയുടെയോ എന്തൊരു വാർത്ത നിങ്ങൾക്ക് വന്നാലും അദാഉ ബിഹി, കേൾക്കേണ്ട താമസം അവർക്ക് പ്രചരിപ്പിക്കും. വലൗ റദ്ദൂഹു ഇലർ റസൂലി വഇലാ ഉലിൽ അംരി മിൻഹും. അത് പ്രവാചകൻ അവിടെയുണ്ട്. കാര്യങ്ങൾ ചിന്തിച്ച് അഭിപ്രായം പറയാൻ പറ്റുന്ന ബുദ്ധിശാലികളും അറിവുള്ളവരിവിടെയുണ്ട്. അവർ അവരോട് പോയി പറയുകയും അങ്ങനെ അലിമഹുല്ലദീന യസ്തംബിതൂനഹു മിൻഹും, വിഷയങ്ങളെക്കുറിച്ച് അപഗ്രഥിച്ച് പഠിക്കുന്ന ആളുകൾക്ക് നിജസ്ഥിതി മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അതിന് മുന്തിരാതെ കേട്ടതിൽ പാതി കേൾക്കാത്തതിൽ പാതി ഇത് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് വലൗലാ ഫദ്ലുല്ലാഹി അലൈക്കും വറഹ്മത്തുഹു ലത്തബഅതുമുശ് ശൈത്താന ഇല്ലാ ഖലീല. അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ അനുഗ്രഹവും നിങ്ങളുടെ മേലില്ലായിരുന്നുവെങ്കിൽ വളരെ കൂടുതൽ നിങ്ങൾ പിശാചിൻ്റെ പിന്നാലെ പോകും, ശൈത്താൻ്റെ പിന്നാലെ പോകും. അപ്പോൾ പടച്ചവൻ്റെ സംരക്ഷണമുള്ളത് കൊണ്ടാണ് അത് നടക്കാത്തത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ഇദാ ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു. ഒരു മോശപ്പെട്ടവൻ ഒരു വാർത്തയുമായി നിങ്ങളുടെ അടുക്കൽ വന്നാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഇതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ
അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അനാവശ്യമായ തർക്കങ്ങളിലും ചർച്ചകളിലും ഇടപെടാതിരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുന്ന വിശ്വാസികളിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വല്ലദീന തബഉഹും ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, ഇന്ന് 16ാമത്തെ നോമ്പാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ വളരെ വേഗം അവസാനത്തെ 10ലേക്ക് പ്രവേശിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിൻ്റെ അവസാനത്തെ 10 പ്രാപിക്കാറാകുമ്പോൾ, അവിടേക്ക് എത്താറാകുമ്പോൾ ചെയ്തിരുന്ന കാര്യം ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 അതിലേക്ക് പ്രവേശിച്ചാൽ അഹിയൽ ലൈല, അദ്ദേഹം രാത്രി ജീവിപ്പിക്കും. വൈഖദ അഹ്ലഹു, തൻ്റെ കുടുംബത്തെ വിളിച്ചുണർത്തും. വജദ്ദ, ഇബാദത്തുകളിലും ആരാധനകളിലും പ്രാർത്ഥനകളിലും അത്യുത്സാഹം കാണിക്കും. വശദ്ദൽ മിഅ്സറ, അതുപോലെ തന്നെ തുണി മുറുക്കി ഉടുക്കും. ഇത് ഒരു ആലങ്കാരിക പ്രയോഗമാണ്. 2 കാര്യങ്ങളിലാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്ന്, അതിൽ തൻ്റെ ലൗകികമായ സുഖങ്ങളോടൊക്കെ വിട പറഞ്ഞ്, പ്രത്യേകിച്ച് ഭാര്യമാരുമായി ബന്ധപ്പെടുന്നത് പോലും ഈ ദിവസങ്ങളിൽ നിയന്ത്രിച്ച് അള്ളാഹുവിൻ്റെ പൊരുത്തം സമ്പാദിക്കുന്ന പ്രാർത്ഥനകളിലും ഇബാദത്തുകളിലും മുഴുകുക എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പതിവ്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദിവസങ്ങൾ എത്രയും പെട്ടെന്ന് വന്നു. അങ്ങനെ പകുതിയിലധികം നമ്മൾ പിന്നിട്ട് കഴിഞ്ഞു. ഇനി ഇതേ വേഗതയിലോ ഇതിനേക്കാൾ വേഗതയിലോ ബാക്കിയുള്ള ദിവസങ്ങളും കടന്നു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ നോമ്പങ്ങ് കഴിയുമ്പോൾ പാപങ്ങളൊന്നും പൊറുക്കപ്പെടാത്ത നിലക്ക് കുറ്റങ്ങളൊക്കെ ബാക്കി, നമ്മുടെ മോശപ്പെട്ട ജീവിതത്തിൻ്റെ റെക്കോർഡുകളൊക്കെ അതേ പ്രകാരം തന്നെ, ഒന്നും ആ റമദാൻ നമ്മുടെ പാപങ്ങളൊന്നും കരിച്ചു കളഞ്ഞിട്ടില്ല, കുറ്റങ്ങളൊന്നും പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ നമ്മളാണ് യഥാർത്ഥ മഹ്റൂം എന്ന് പറയുന്നത്, നിർഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. അതിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ, ഈ അവസാനത്തെ 10-ൽ ഏറ്റവും സവിശേഷമായ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനാണ് നമ്മൾ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. ധാരാളക്കണക്കിന് ഭൂമിയിൽ നടക്കേണ്ട വിധി അള്ളാഹു നിർണയിക്കുകയും അത് നടപ്പാക്കാൻ മലക്കുകളെ ഭൂമിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ് ലൈലത്തുൽ ഖദർ. അതുകൊണ്ടാണ് ഖദർ, വിധി നിർണയ നാൾ എന്നതിന് പേര് വന്നത്. അങ്ങനെയുള്ള ഒരു ദിവസം, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആ ലൈലത്തുൽ ഖദറിൽ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ആരാധന, ആ ദിവസം പ്രത്യേകിച്ച് ആ രാവിൽ നമ്മുടെ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചാൽ നമ്മുടെ എല്ലാ കുറ്റങ്ങളും അതുകൊണ്ട് പൊറുക്കപ്പെടും. വിശുദ്ധ ഖുർആനിൽ ആ രാത്രിയെ പറ്റി പറഞ്ഞത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ തനസ്സലുൽ മലായികതു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. അപ്പോൾ ആ വിശുദ്ധ ഖുർആൻ അള്ളാഹു ഈ ഭൂമിയിലേക്ക് അവതരണം ആരംഭിച്ച ദിവസമാണ് ലൈലത്തുൽ ഖദർ. അഥവാ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നാം അവൻ്റെ ബൈത്തുൽ ഇസ്സ അതിലേക്ക് ഖുർആനെ ഇറക്കുകയും അവിടെ നിന്ന് ഘട്ടം ഘട്ടമായി കുറേശ്ശെയായി 23 വർഷങ്ങൾ കൊണ്ട് പ്രവാചകൻ അവതരിപ്പിച്ചു കൊടുത്തതാണ് ഖുർആൻ. അപ്പോൾ ആ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ ഏറ്റവും പ്രധാനപ്പെട്ട രാവ്, അത് ഖൈറും മിൻ അൽഫി ഷഹർ, 1000 മാസങ്ങളേക്കാൾ പ്രാധാന്യമുള്ളതാണ്. 1000 മാസങ്ങൾ ജീവിച്ചിരിക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അതിനു മുമ്പൊക്കെ മരണം സംഭവിക്കും. അപ്പോൾ ഒരു വർഷത്തെ ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വവും പുണ്യവും നമുക്ക് ലഭിച്ചാൽ നമ്മുടെ ആയുഷ്കാലത്തിൽ എത്ര അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ മെച്ചമാണ്, ശ്രേഷ്ഠതയാണ് നമുക്ക് കിട്ടുന്നത്. അത് നഷ്ടപ്പെടുത്തി അന്ന് പള്ളിയിലും പോകാതെ, പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ, നല്ല കാര്യങ്ങൾ ചെയ്യാതെ റോട്ടിൽ തെണ്ടി നടക്കുക എന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് യോജിച്ച കാര്യമല്ല.
അവൻ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിയണം, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങണം. അതാണ് ആ ദിവസത്തിൽ നമുക്ക് ചെയ്യുവാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഈ രാവ് സംഭവിക്കുക എന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. അത് പറഞ്ഞു തരാൻ വേണ്ടി പ്രവാചകന് കിട്ടിയ അറിവനുസരിച്ച് അദ്ദേഹം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന് സഹാബത്തിൻ്റെ നേരെ നടന്നു നീങ്ങുമ്പോൾ വഴിയിൽ രണ്ടാളുകൾ ശണ്ട കൂടുന്നത് കണ്ടു. ആ വഴക്കിൽ നബി ഇടപെട്ടു. അവർക്കിടയിൽ രമ്യതയുണ്ടാക്കി, ഐക്യമുണ്ടാക്കി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ ഈ ദിവസത്തെക്കുറിച്ച് മറന്നുപോയി, അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് ആ മറവി കൊടുത്തു. അതിലൊരു പരീക്ഷണം വിശ്വാസികൾക്കുണ്ട്. അത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്, ഖറജൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറനാ ബിലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ സംഭവിക്കുന്ന ദിവസവും അതിൻ്റെ സമയവും നമുക്ക് നിർണയിച്ചു തരാൻ വേണ്ടി ഞങ്ങളുടെ അടുക്കലേക്ക് പ്രവാചകൻ വരികയായിരുന്നു. ഫതലാഹാ റജുലാനി, രണ്ടാളുകൾ ശണ്ട കൂടി, മിനൽ മുസ്ലിമീൻ. അപ്പോൾ അങ്ങനെയാണല്ലോ, എന്തെങ്കിലും ചില പ്രശ്നങ്ങൾ അവർക്കിടയിൽ തർക്കമുണ്ടായി. ആ തർക്കം നബിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി അതിൽ ഇടപെട്ടു. വക്കാല ഖറജത്തുൽ യുഖ്ബിറുക്കും ബിലൈലത്തുൽ ഖദർ. പ്രവാചകൻ പറയാണ്, ലൈലത്തുൽ ഖദർ എപ്പോഴാണ് നിങ്ങൾ കാത്തിരിക്കേണ്ടത് എന്ന് നിങ്ങൾക്കതിൻ്റെ സമയവും അതിൻ്റെ അവധിയും അതിൻ്റെ മൗഇദും ഒക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഞാൻ പുറപ്പെട്ടതാണ്. അങ്ങനെ ഇന്ന ആളും തമ്മിൽ വഴക്ക് കൂടുന്നത് ഞാൻ കണ്ടു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇടപെട്ടപ്പോൾ ഫുറുഫിഅത്ത്, ആ വിവരം, എനിക്ക് കിട്ടിയ ആ വിവരം എന്നിൽ നിന്ന് ഉയർത്തപ്പെട്ടു. അസാ അൻ യകൂന ഖൈറൻ ലക്കും, ഞാനത് മറന്നതും നിങ്ങൾക്ക് ആ വിവരം കിട്ടാതെ പോയതും, അസാ അൻ യകൂന ഖൈറൻ ലക്കും, നിങ്ങൾക്ക് അത് നന്മയായിരിക്കാം. ഫൽതമിസുഹാ ഫിത്താസിഅ, അതുകൊണ്ട് നിങ്ങൾ 9-ാമത്തെ രാവിൽ, വസ്സാബിഅ 7-ാമത്തെ രാവിൽ, വൽഖാമിസ 5-ാമത്തെ രാവിൽ നിങ്ങൾ ആ രാവിനെ അന്വേഷിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഒമൻ കാന മുതഹർരിഹാ ഫൽയതഹർറഹാ ബിൽ അശ്റിൽ അവാഖിർ, അവസാനത്തെ 10-ലാണ് ആ ദിവസം അന്വേഷിക്കേണ്ടത്. അത് തന്നെ അതിൽ ഒറ്റയൊറ്റ രാത്രികളിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഓരോ ഒറ്റപ്പെട്ട രാത്രികളിലും ഈ രാത്രി, ഈ വിശുദ്ധമായ രാവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ രാവിൻ്റെ ഗുണം ലഭിക്കാതെ പോകരുത്, ആ ഇബാദത്തുകളിൽ മുഴുകണം. അങ്ങനെയുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആ ലൈലത്തുൽ ഖദറിൻ്റെ സൗഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മളെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രാത്രിയിലും അതുപോലെ തന്നെ മറ്റ് സന്ദർഭങ്ങളിലുമെല്ലാം നമുക്ക് പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ ദാനധർമ്മങ്ങൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ മറ്റ് സൽക്കർമ്മങ്ങൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا اغفر لنا يا غافر المذنبين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك ورسولك محمد.